നിധി CKCയെ കൊടുക്കാനുള്ള വീഡിയോ അഡ്വക്കേറ്റിനെ കാണിക്കുന്നു. നിധി കാണിച്ച വീഡിയോ കണ്ട് അഡ്വക്കേറ്റ് പറയുന്നു, കൊള്ളാം നിധി, സൂപ്പറായിട്ടുണ്ട്. ഈ വീഡിയോയിൽ CKCയെ ശിക്ഷിക്കാനുള്ള ഏറ്റവും വലിയ തെളിവാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കുടനെ ഫോർജറി കേസുമായി മുന്നോട്ട് പോകാം അല്ലേ മാഡം എന്ന് നിധി ചോദിക്കുന്നു. തീർച്ചയായും ഞാൻ ഉടനെ തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് അഡ്വക്കേറ്റ് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ CKC അറസ്റ്റിലായി ജയിലിലാകുമല്ലേ? ഉടനെ തന്നെ CKC ജയിലിലാകില്ല. കാരണം ആദ്യം CKCക്ക് 3 പ്രാവശ്യം കോടതി നോട്ടീസ് അയക്കും. അത് അയാൾക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ജയിക്കും. എന്നാൽ അയാൾക്ക് നോട്ടീസ് കയ്യിൽ കിട്ടിയാൽ അയാൾ ജാമ്യത്തിനായി അപേക്ഷിക്കും. നോട്ടീസ് അയാൾ കൈപ്പറ്റരുത്. അതിനുവേണ്ടി നിധിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. എന്നാൽ മാത്രമേ കേസ് നീണ്ടു പോകാതിരിക്കൂ. കോടതി അയക്കുന്ന ഒരു നോട്ടീസ് പോലും CKCക്ക് കിട്ടാതിരിക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് പോകുന്നു. നിധിയും പവിത്രന്റെ ഭാര്യ മായയും കൂടി CKCയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന സന്ധ്യയെ കാത്തു നിൽക്കുന്നു. അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ CKCക്ക് കോടതി അയക്കുന്ന നോട്ടീസ് കിട്ടാതിരിക്കാൻ അത് സന്ധ്യയെ നിധി ഏൽപ്പിക്കുന്നു. CKCയുടെ വീട്ടിലെ ജോലി പോയാൽ നിധി സന്ധ്യയ്ക്ക് ജോലി കൊടുക്കുമെന്ന് മായ സന്ധ്യയോട് പറയുന്നു. കോടതി അയക്കുന്ന നോട്ടീസ് CKCക്ക് കിട്ടില്ല എന്ന് സന്ധ്യ നിധിക്ക് ഉറപ്പ് കൊടുക്കുന്നു. നിർമ്മലാമ്മ മരുന്ന് വാങ്ങി വരുന്നത് കാണുന്ന CKC കാറ് നിർമ്മലാമ്മയുടെ നേരെ ഓടിച്ചു കയറ്റാൻ നോക്കിയെങ്കിലും അവർക്കൊന്നും പറ്റാതെ സൈഡിലേക്ക് വീഴുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന മരുന്നൊക്കെ പോകുന്നു. CKC നിർമ്മലാമ്മയെ ഭീഷണിപ്പെടുത്തുന്നു. നിധിക്ക് വേണ്ടി അയാളുടെ ഓഫീസിൽ വന്ന് പവിത്രനെ രക്ഷിച്ചതും അയാളെ കൊല്ലാൻ നോക്കിയതുമൊക്കെ പറയുന്നു. എന്നിട്ട് ഇനി നിനക്കും നിന്റെ മകനും രക്ഷയില്ല, രണ്ടിനെയും ഞാൻ കൊല്ലും, ആദ്യം നിന്നെ തീർക്കും, മര്യാദക്ക് കാറിൽ വന്ന് കയറാൻ നിർമ്മലാമ്മയോട് CKC പറയുന്നു. എന്നാൽ നിർമ്മലാമ്മ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. CKC നിർമ്മലാമ്മയെ ഓടിച്ചിരുന്നത് ഗൗതം കാണുന്നു. ഗൗതമിന്റെ കാറിന് മുൻപിൽ വന്ന് നിർമ്മലാമ്മ വീഴുന്നുണ്ടെങ്കിലും അത് ഗൗതമിന്റെ കാറാണെന്ന് നിർമ്മലാമ്മ അറിഞ്ഞില്ല. അവർ CKC കാണാതിരിക്കാൻ വീണ്ടും ഓടുന്നു. CKC പുറകെ ഓടുന്നു. അതിന് പുറകിൽ ഗൗതമും ഓടുന്നു. CKCയെ കാണാതെ നിർമ്മലാമ്മ രക്ഷപ്പെടുന്നു. ഗൗതം അവിടേക്ക് ഓടി വന്നെങ്കിലും അവിടെ CKCയെയും നിർമ്മലാമ്മയെയും കാണുന്നില്ല. നിർമ്മലാമ്മ അപ്പോഴേക്കും വീട്ടിലേക്ക് വരുന്നു. പൂട്ടിയിട്ടിരുന്ന വീട് തുറന്നു കിടക്കുന്നത് കാണുന്നു. നിഖിലും ചന്ദ്രികയും ഹോസ്പിറ്റലിൽ പോയതാണ്. കുറെ വൈകിയേ വരൂ. പിന്നെ വീടിനകത്ത് കയറിയതാരാണ്? അങ്ങനെ നിർമ്മലാമ്മ ചന്ദ്രികയെ എന്ന് വിളിച്ചു വരുമ്പോൾ ഗൗതം ഇരിക്കുന്നു. മോനാണോ? ഞാൻ ചന്ദ്രിക വന്നോ എന്ന് കരുതി. നിധി വന്നില്ലേ? എന്നെ വിളിച്ചിട്ട് വന്നാൽ പോരായിരുന്നോ എന്ന് നിർമ്മലാമ്മ ചോദിക്കുമ്പോൾ, അതെങ്ങനെയാണ്, അമ്മ CKCയെ കണ്ട് ഓടുകയായിരുന്നില്ലേ? ഗൗതം അതൊക്കെ കണ്ടു എന്ന് മനസ്സിലാക്കിയ നിർമ്മലാമ്മ ഗൗതമിനോട് ഇനി എന്തു നുണ പറയണമെന്ന് ആലോചിക്കുന്നു. അമ്മ എന്തിനാണ് CKCയെ കണ്ട് ഓടിയത് എന്ന് ഗൗതം ചോദിക്കുന്നു. പവിത്രനെ കണ്ടുപിടിക്കാൻ നിധിയെ സഹായിക്കാൻ അയാളുടെ വീട്ടിൽ നിന്നതൊക്കെ അയാൾ അറിഞ്ഞു കാണും. അതൊന്നുമല്ല കാര്യം. അമ്മ എന്തോ മറക്കുന്നുണ്ട്. കാര്യമറിയാതെ ഇവിടെ നിന്ന് ഞാൻ പോകില്ല എന്ന് ഗൗതം പറയുമ്പോൾ വീണ്ടും നിർമ്മലാമ്മ നുണ പറയുന്നു. CKC ഒരാളെ കൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കേസിൽ ഞാനാണ് ദൃക്സാക്ഷി. അതാണ് അയാൾ എന്നെ കൊല്ലാൻ നടക്കുന്നത്. അങ്ങനെ എൻ്റെ അമ്മയെ കൊല്ലാൻ മാത്രം CKC വളർന്നോ? എന്നാൽ അയാളോട് ഞാൻ അമ്മയുടെ മകനാണെന്ന് പറഞ്ഞാൽ അതോടെ അയാളുടെ അഹങ്കാരം തീരും. അപ്പോഴും ഗൗതമാണ് CKCയുടെ മകനെന്ന് CKC അറിയും. അയാൾ ഗൗതമിനെ കൊല്ലാൻ നോക്കും. ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിൽ നിർമ്മലാമ്മ വിഷമിക്കുന്നു. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.